കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ആലിൻ്റെ ചുവട്ടിൽ ചെറുപ്പക്കാരിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ആൽവൃക്ഷം അതിൻ്റെ തണലെന്ന് പറയുന്നത് ഒരുപാട് അന്തരീക്ഷത്തെ ശുചിയാക്കുന്നു, അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്നു. പിന്നെ മാത്രമല്ല, അതിൻ്റെ ആ ഒരു തണൽ അത് വളരെ കുളിർമയുള്ള ഒരു തണൽ തന്നെയാണ്. ധാരാളം ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു വൃക്ഷമാണ് ആൽവൃക്ഷം. അതുകൊണ്ട് തന്നെ ആൽവൃക്ഷത്തിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ഇലകളുണ്ട്, അത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലകൾ ആ അന്തരീക്ഷത്തിലെ എന്താ പറയുക പൊടിപടലങ്ങളെ പോലും തട്ടി അകറ്റുന്നു എന്നും അങ്ങനെയും ഒരു ശുദ്ധീകരണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആൽവൃക്ഷം ഇപ്പോൾ പേരാൽ എന്ന് പറയുന്നത് ഭഗവാന്റെ മായയുടെ പ്രതീകമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ മായയുടെ സ്വരൂപമാണെന്ന് പറയും. ഇനി വേറെയും ഉണ്ട്, അരയാലുണ്ട്, അശ്വത്ഥം അരയാൽ. പിന്നെ അതുപോലെ തന്നെ അത്തിയാൽ, ഉദുംബരം അല്ലെങ്കിൽ അത്തിയാൽ. അങ്ങനെ 3 തരത്തിലുള്ള ആൽവൃക്ഷങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ ആൽവൃക്ഷമൊക്കെ യോഗ സാധന ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ ഈ വൃക്ഷത്തിൻ്റെ സാമീപ്യം വളരെ നല്ലതാണ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ വൃക്ഷം വളരെ ശക്തിയുള്ള ദിവ്യശക്തിയുള്ള വൃക്ഷമാണ്. യോഗ സാധനകൾക്ക് വളരെ യോഗ സാധനകൾ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ടാണല്ലോ മഹർഷിവര്യന്മാരൊക്കെ അവരുടെ തപസ് അതൊക്കെ പിന്നെ നമ്മൾ പുരാണങ്ങളിലൊക്കെ ആൽവൃക്ഷ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കഥകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ ആൽവൃക്ഷം എന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദീപാവലിയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്തരീക്ഷം മലിനീകരണം, അതിൻ്റെ എയർ ക്വാളിറ്റി, അതിൻ്റെ പ്യൂരിറ്റി, ആ ക്വാളിറ്റി ഒക്കെ വളരെ മോശമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാം. അപ്പോൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് നഗരപ്രദേശങ്ങളായതുകൊണ്ട് കൂടുതൽ എയർ ക്വാളിറ്റി താഴോട്ട് പോകും. അപ്പം നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് ആൽവൃക്ഷങ്ങളുണ്ടായിരുന്നു, അത് നമ്മുടെ അന്തരീക്ഷത്തെ ശുചിയാക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ താഴെ പോയി ഇരുന്ന് സംസാരിച്ചുകൊണ്ട് സമയം കളയുമ്പോൾ, അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ 4 മണി സമയത്തൊക്കെ ആളുകൾ ഒത്തുകൂടുന്നു. അപ്പോൾ ചെറുപ്പക്കാരും കുട്ടികളും അതുപോലെ പ്രായമുള്ളവരൊക്കെ ഒത്തുകൂടുന്ന കാരണം അവിടെ ഒരു പിന്നെ ധാരാളം എനർജി തരുന്നു, ഓക്സിജൻ ധാരാളം പുറത്തേക്ക് വിടുന്ന ഒരു വൃക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഇരിക്കുമ്പോഴും ഒരു സുഖമുണ്ടാകും മനസ്സിനും ശരീരത്തിനുമൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് പിന്നെ ഇതുപോലുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ 821 മുതൽ 830 വരെയുള്ള നാമങ്ങളാണ്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ നമ്മൾ നോക്കുന്ന ഭാഗം സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഗത സുഹൃത് ശത്രുദിശ്ചത്രുതാപന നിഗ്രതോദുംബരോ അശ്വത്ഥ ചാണുരാന്ധ്ര നിശോധന സഹസ്രാക്ഷി സപ്തജിഹ്വ സപ്തേതാ സപ്തവാഹന അമൂർത്തിരനഘോ അചിന്ത്യോ ഭയകൃദ്ഭയനാശന. ആ ഭാഗത്താണ് വരുന്നത് 821 മുതൽ. അതായത് ശത്രുദിശ്ചത്രുതാപന നിഗ്രതോദുംബരോഷത്ത ചാണൂരാന്ധ്ര നിശോധന സഹസ്രാക്ഷി സപ്തജിഹ്വ സപ്തേതാ സപ്തവാഹന അമൂർത്തിരനഘോ അചിന്ത്യോ ഭയകൃദ്ഭയനാശന. ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ഭാഗത്ത് ആൽവൃക്ഷങ്ങളെക്കുറിച്ച് ഒരുപാട് പരാമർശമുണ്ട്. അപ്പോൾ 821 ശത്രുതാപന. ശത്രുക്കൾ, അതായത് ആസുരിക ശക്തികളാണല്ലോ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. നമ്മളെ താഴോട്ട് വലിപ്പിക്കുക, അല്ലെങ്കിൽ വലിക്കുക, അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുക, നശിപ്പിക്കുക, അതൊക്കെ ചെയ്യുന്ന ആസുരിക ശക്തികൾ, നെഗറ്റീവ് തോട്ട്സ് എന്നൊക്കെ പറയാം. അത് ഈ ജഗത്തിൻ്റെ തന്നെ സുസ്ഥിരതയ്ക്ക് വളരെ ഒരു വിഘ്നം ഉണ്ടാക്കുന്നതാണ് എന്നും, അതുകൊണ്ട് അതിനെയൊക്കെ നശിപ്പിക്കുന്നവൻ. അപ്പോൾ ഭഗവാൻ ഒരുപാട് ആസുരിക ശക്തികളുമായിട്ട് യുദ്ധം ചെയ്തതും ഒക്കെ നമുക്ക് ഒരുപാട് പുരാണ കഥകളിലൊക്കെ നമുക്കറിയാം. കൃഷ്ണാവതാര ലീലകൾ തന്നെ അതൊക്കെ തന്നെയാണ്. ഇനി 822. അപ്പം 821 ശത്രുതാപന.
ഭഗവാൻ ശത്രുക്കളെ തപിപ്പിക്കുന്നവനാണ്, ആസുരിക ശക്തികളെ തപിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഇനി 822 നെഗ്രോധ പേരാൽ വൃക്ഷം ഭഗവാന്റെ സ്വരൂപമാണ്, മായയുടെ സ്വരൂപമായി കണക്കാക്കുന്നു. അത് യോഗ സാധനകൾ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഫലം നൽകുന്നതാണ്, ഫലദായകമാണ്. അപ്പോൾ നെഗ്രോധ എന്ന് പറയുമ്പോൾ പേരാൽ വൃക്ഷം ഭഗവാന്റെ മായയുടെ സ്വരൂപമാണ് എന്ന് പറയുന്നു. ഇവിടെ 823 ഉദുംബര എന്ന് പറയുമ്പോൾ അത് അത്തിയാലാണ് ഉദുംബര. അവിടെ അതും അമ്പരത്തേക്കാൾ ഉയർന്നതെന്നാണ്. ഉയർന്നു നിൽക്കുന്ന, അമ്പരം ആകാശം. അപ്പോൾ ഉദുംബര ആകാശത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നതിന് കഴിയുന്ന ഒരു വൃക്ഷമാണ്. ഇതുപോലെ അത്തിയാലും പേരാലും അരയാലും ഒക്കെ തന്നെ. അങ്ങനെ 3 തരത്തിലുള്ള ആലുകളെ കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങളിൽ സൂക്ഷ്മമായതും ആകാശമാണ്. അപ്പോൾ ആകാശത്തിനും ആധാരം അത് ഭഗവാനാണെന്ന് പറയുന്നു. അപ്പോൾ ഉദുംബര എന്ന് പറയുമ്പോൾ ആകാശത്തേക്കാൾ ഉയർന്ന, അതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ നാമം ആകാശത്തേക്കാൾ ഉയർന്ന എന്നുള്ള ഒരു അർത്ഥമാണ്. കാരണം ആകാശത്തിനും ആധാരം ഭഗവാനാണ്, അതാണ് അതിൻ്റെ. ഇനി 824 അശ്വത്ഥ. എല്ലാ വൃക്ഷങ്ങളിലും ശ്രേഷ്ഠമാണ് അശ്വത്ഥം അല്ലെങ്കിൽ അരയാൽ. അപ്പോൾ അരയാൽ ഭഗവാന്റെ തന്നെ സ്വരൂപമാണെന്ന് ചാപ്റ്റർ 10 ഭഗവത്ഗീത 26ാമത്തെ ശ്ലോകം പറയുന്നു. അശ്വത്ഥ സർവവൃക്ഷാണാം എന്ന് പറയുന്നു. എല്ലാ വൃക്ഷങ്ങളിലും അശ്വത്ഥം അത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇനി 825 ചാണൂരാന്ധ്ര നിഷൂദന. അപ്പോൾ ഭഗവാൻ കംസനെ വധിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയ 2 അസുരന്മാരോട് മല്ലയുദ്ധം ചെയ്യുന്നതും അവരെ വധിക്കുന്നതുമൊക്കെ നമുക്ക് ആ ഒരു കൃഷ്ണാവതാര കഥയിൽ അറിയാം. അപ്പോൾ ചാണൂരൻ എന്ന ആ ഒരു വില്ലനെ ആന്ധ്രജാതി എന്നാണ്. അതാണ് ചാണൂര ആന്ധ്ര നിഷൂദന. ചാണൂരൻ എന്ന ആന്ധ്രജാതിയിലെ വീരനായിട്ടുള്ള ആ ഒരു അസുരനെ നിഷൂദനം ചെയ്യുക, വധിക്കുക, അങ്ങനെയുള്ള കൃഷ്ണൻ. അതാണ് ചാണൂരാന്ധ്ര നിഷൂദന. ചാണൂരൻ എന്ന ആന്ധ്രജാതിയിലുള്ള ആ ഒരു വീരനായിട്ടുള്ള ആസുരനെ നിഷൂദനം ചെയ്യുക, അതായത് വധിക്കുക. അങ്ങനെ വധിച്ച ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ മല്ലയുദ്ധത്തിൽ കംസവധത്തിന് മുമ്പായിട്ട് ആദ്യം മുഷ്ടികനെയും ചാണൂരനെയും വധിക്കുന്നുണ്ട്, ബലരാമനും ശ്രീകൃഷ്ണനും. അതിൽ ചാണൂരനെ വധിച്ചത് ഭഗവാൻ കൃഷ്ണനാണ്. അതാണ് ചാണൂരാന്ധ്ര നിഷൂദനം. ഇനി 826 സഹസ്രാർച്ചി. 1000 അർച്ചിസ്സുകളുള്ളവൻ, പ്രകാശകിരണങ്ങളുള്ളവൻ. അപ്പോൾ ഭഗവാൻ പ്രകാശസ്വരൂപനാണെന്ന് പറയുമല്ലോ. അതുപോലെ ഭഗവാൻ ജ്ഞാനരൂപനാണ്, ആനന്ദരൂപനാണ്. അപ്പോൾ ആ പ്രകാശകിരണങ്ങൾ തന്നെ 1000 സഹസ്ര അർച്ചിസ് ഉള്ളവൻ, 1000 പ്രകാശകിരണങ്ങളുള്ള ഭഗവാൻ, പ്രകാശരൂപമാണ് ഭഗവാന്റെ രൂപം. അത് 11ാമത്തെ ചാപ്റ്റർ ഗീതയിലൊക്കെ അതിനെക്കുറിച്ച് ഭഗവാന്റെ ആ ഒരു ദിവ്യ സ്വരൂപത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആകാശത്ത് അനേകായിരം സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിക്കുന്നത് പോലെയാണ് മഹാത്മാവായ ഭഗവാന്റെ പ്രകാശം എന്ന് പറയുന്നുണ്ട്. ഗീത 11ാമത്തെ ചാപ്റ്റർ 12ാമത്തെ ശ്ലോകം. ദിവ്യസൂര്യ സഹസ്രസ ഭവേത് ഉഗ്രപദുദ്ധിത യതി ഭാസദൃശീ സാ സ്യാത് ഭാസ തസ്യ മഹാത്മനഃ എന്ന്. അപ്പം അനേകായിരം സൂര്യന്മാർ ഒന്നിച്ച് നിന്ന പോലെയാണ് ഭഗവാന്റെ ആ ഒരു രൂപത്തെ വിശ്വരൂപ ദർശനം എന്ന് പറയും. 11ാമത്തെ ചാപ്റ്റർ ഗീതയിൽ ആ വിശ്വരൂപ ദർശനത്തിൽ അനേകായിരം സൂര്യന്മാർ ഒരുമിച്ച് വന്ന പോലെയാണ് ഭഗവാൻ അവിടെ പ്രകാശിച്ച് നിന്നത്. ആ ഒരു രൂപം ആണ് അർജുനന് ഭഗവാൻ അവിടെ വെച്ച് കാണിച്ചു കൊടുത്തത്. 827 സപ്തജിഹ്വ നാവാണ്. അഗ്നിസ്വരൂപനായ ഭഗവാന് 7 നാവുകൾ ജിഹ്വകൾ ഉണ്ട് എന്ന്.
ആ ജിഹ്വകൾ 7 എണ്ണമാണ് നാവുകൾ. ആ നാവ് ജ്വലിക്കുന്ന നാവുകളാണ് എന്ന് പറയുന്നു. അപ്പോൾ അഗ്നിസ്വരൂപിയാണ് ഭഗവാനെന്നും 7 നാവുകളാണ് ഉള്ളത് എന്നും പറയുന്നു. ഈ ജ്വലിക്കുന്ന 7 നാവുകളിൽ നിന്ന് ആണ് സൂര്യകിരണങ്ങൾ വന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ്റെ ആ ഒരു വെളുത്ത പ്രകാശം അത് പിന്നെ സ്പ്ലിറ്റ് ആകുമ്പോൾ 7 നിറങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ പിന്നെ 828 സപ്തൈത 7 ഏതസ്സുകളുള്ള, ഏതസ് എന്ന് പറയുമ്പോൾ ദീപ്തികൾ, ദീപ്തി പ്രകാശം തന്നെയാണ്. 7 ഏതസ്സുകളുള്ള, അപ്പോൾ 7 നാവുകളുള്ള എന്ന് പറഞ്ഞു. അതുപോലെ 7 ഏതസ്സുകളുള്ള ദീപ്തികളുള്ള. അത് പറയുന്നു. ഈ ഭഗവാൻ അഗ്നി രൂപത്തിൽ ഭഗവാൻ 7 ദീപ്തികളും 7 ജിഹ്വകളും ഉള്ളതായിട്ട് ഉപനിഷത്തുകൾ, തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നു വൈശ്വാനരൻ എന്ന രൂപത്തിൽ ആഹാരത്തെ ദഹിപ്പിക്കും നമ്മുടെ ശരീരത്തിൽ. അത് ഭഗവാന്റെ ആ ഒരു അഗ്നിസ്വരൂപമാണ്. സപ്തൈത എന്ന് പറയുമ്പോൾ അഗ്നിയുടെ രൂപത്തിൽ, 7 അഗ്നിയുടെ രൂപത്തിലാണ് ഭഗവാന്റെ ദീപ്തികൾ എന്നാണ് പറയുന്നത്. 7 ഏധ, 7 ഏതസ്, 7 ദീപ്തികൾ, 7 രൂപത്തിൽ അഗ്നി രൂപത്തിൽ ഭഗവാൻ കാണപ്പെടുന്നു എന്ന്. അതായത് ഒരു അഗ്നി നമ്മുടെ വയറിൽ ആഹാരത്തെ ദഹിപ്പിക്കുന്ന വൈശ്വാനരൻ. ഇനി ജ്ഞാനാഗ്നി അജ്ഞാനത്തെ ദഹിപ്പിക്കുന്നു, അറിവാകുന്ന അഗ്നി. വിറക് തുടങ്ങിയവയെ നശിപ്പിക്കുന്ന ഒരു അഗ്നിയുണ്ട്, അത് നമുക്കറിയാം. പിന്നെ എണ്ണ തുടങ്ങിയ ദ്രവരൂപത്തിൽ ഉള്ള ഇന്ധനത്തെ എരിക്കുന്നു, പിന്നെ അങ്ങനെ ഒരു അഗ്നിയുണ്ട്. പിന്നെ മനസ്സിലെ ഉത്കണ്ഠ, ദുഃഖം, അതുപോലെ ആഗ്രഹം തുടങ്ങിയവയെ ജ്വലിപ്പിച്ച് കളയുന്നു അങ്ങനെയും ഒരു അഗ്നിയുണ്ട്. ബോധരൂപത്തിൽ ഭഗവാൻ എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്നു. അങ്ങനെ ഒരു ബോധവും ഒരു അഗ്നി ആണ്. അപ്പോൾ ബോധരൂപത്തിൽ എല്ലാത്തിനെയും ഭഗവാൻ ദഹിപ്പിക്കുന്നു. അതുപോലെ മനസ്സിലെ ഉത്കണ്ഠ, ആഗ്രഹം തുടങ്ങിയ രൂപങ്ങളിൽ ശരീരത്തെ എരിക്കും. നമ്മുടെ ഉത്കണ്ഠയും താപവും ആദിയും വ്യാധിയും ഒക്കെ നമ്മുടെ ശരീരത്തെ എരിക്കുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ഉത്കണ്ഠയും ഒക്കെ ദുഃഖമൊക്കെ ഉള്ളവർ ശരീരത്തെ അത് പെട്ടെന്ന് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ 7 തരത്തിൽ അഗ്നിരൂപത്തിൽ പ്രവർത്തിക്കുന്നു. അഗ്നിരൂപത്തിലുള്ള ദീപ്തികളുള്ളവൻ, അതാണ് സപ്തൈധ. ഇനി 829 സപ്തവാഹന. സൂര്യഭഗവാന് 7 കുതിരകളുള്ള വാഹനമാണുള്ളത് എന്ന് പറയും. അതുകൊണ്ടാണ് ആ ഒരു പ്രകാശം 7ആയിട്ട് തിരിയുന്നത്. 7 കുതിരകളാകുന്ന ആ ഒരു തേരാണ് ഉള്ള 7 ഘടകങ്ങൾ. അതായത് സൂര്യപ്രകാശത്തിന് 7 ഘടകങ്ങളുണ്ടല്ലോ, വിബ്ജിയർ എന്ന് പറയില്ല, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് എന്ന് പറയുന്ന 7 ഘടകങ്ങളാകുന്ന 7 കുതിരകളാണ്. 7 കുതിരകളാണ് ഈ 7 ഘടകങ്ങളെന്നും, അതാണ് സപ്തവർണ്ണങ്ങൾ എന്ന 7 പേരുകൾ ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതാണ് സപ്തവാഹന. സൂര്യരൂപനായ ഭഗവാന് 7 കുതിരകൾ വാഹനങ്ങളായിട്ടുണ്ട്. അപ്പോൾ 7 കുതിരകൾ സൂര്യഭഗവാൻ ആണ്. പിന്നെ ഭഗവാൻ സൂര്യൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ വാഹനത്തിന് 7 കുതിരകളുണ്ട്, അതാണ് 7 വർണ്ണങ്ങൾ. അപ്പോൾ ഒരേ പ്രകാശമാണല്ലോ 7 നിറമായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള 7 വർണ്ണങ്ങൾ അടങ്ങിയ പ്രകാശരൂപിയായ ആദിത്യ ഭഗവാനാണ് ഭഗവാൻ വിഷ്ണു എന്ന്. ഇനി 830 അമൂർത്തി. മൂർത്തി ഇല്ലാത്തവൻ, അതായത് ഒരു പ്രത്യേക രൂപമില്ലാത്തവൻ ഭഗവാൻ. അതായത് നമ്മൾക്ക് ഭാരമോ വർണ്ണമോ കടുപ്പമോ പിന്നെ ഉയരമോ വണ്ണമോ ഒന്നും ഭഗവാന് നൽകാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രത്യേക അളവുകൾ കൊണ്ടോ പ്രത്യേക രൂപങ്ങൾ കൊണ്ടോ പ്രത്യേക നിറങ്ങൾ കൊണ്ടോ ഒന്നും, പ്രത്യേക അവയവങ്ങളുടെ രൂപത്തിലോ ഒന്നും ഭഗവാനെ നമുക്ക് പിന്നെ സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂർത്തി രൂപത്തിൽ, മൂർത്തിയായിട്ട് നമുക്ക് ഇല്ല, മൂർത്തി രൂപം ഇല്ലാത്തവൻ, അതാണ് ഭഗവാൻ. മൂർത്തി ഇല്ലാത്തവൻ, അതാണ് ആ മൂർത്തി. ആ എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ ഇല്ല എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ മൂർത്തി എന്ന് പറയുമ്പോൾ മൂർത്തി രൂപമായവൻ. അമൂർത്തി എന്ന്
പറയുമ്പോൾ ആ മൂർത്തി ഇല്ലാത്തവൻ. അപ്പോൾ മൂർത്തി അല്ല, ഭഗവാനൊരു പ്രത്യേക രൂപമില്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയ ഭാഗങ്ങൾ 821 മുതൽ 830 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ ശത്രുജിത് ശത്രുതാപന നിഗ്രതോ ദുംബരോഷത്ത ചാണൂരാന്ധ്ര നിഷൂദന സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈത സപ്തവാഹന അമൂർത്തിരനഘോ അചിന്ത്യോ ഭയകൃദ്ഭയനാശന. ആ ഭാഗത്താണ് ഈ ഒരു നാമങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും നാമങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു, വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന്. ഓം തത്സത്. ഹരേ കൃഷ്ണ.